എന്നിട്ട് പതുക്കെ ഞാൻ അവിടെ വന്നിട്ട് ആ ടാഗ് പതുക്കെ അടിച്ച് മാറ്റി പോക്കറ്റിലിട്ടിട്ട് അത് കാണിച്ചിട്ടാണ് ആദ്യമായിട്ട് സിനിമ കാണുന്നത്. ബേസിക്കലി എല്ലാം നന്നായാൽ മാത്രമേ ഒരു സാധനം വർക്കാവുള്ളൂ. അല്ല ഒരു സാധനം പാളിയാൽ അത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ ഫെസ്റ്റിവൽ സിനിമകളുടെ ഒരു നേക്ക് പിടികിട്ടി കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. ഞാൻ അത് മോശമെന്നല്ല പറയുന്നത്. പിന്നെ നമുക്കിഷ്ടമുള്ള സിനിമകളെല്ലാം സിനിമ ആക്കാനും പറ്റുന്നില്ല. സിനിമ കൊള്ളാത്തതുകൊണ്ടോ സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ല, അതിന് പറ്റിയ പ്രൊഡ്യൂസറെ കിട്ടുന്നില്ല. സംസാരവും ഇൻ്റർവ്യൂവും കണ്ടിട്ട് സിനിമ പോയി കാണുമ്പോഴാണ് എന്ത് പൊട്ട തന്നെയാണ് ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് തോന്നുന്നത്. സിനിമ എനിക്ക് തോന്നുന്നു ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ സിനിമയുടെ ഫോർമാറ്റ് മാറും. അവരും പൈസ ഉണ്ടാക്കുക എന്നുള്ള മാത്രം ലക്ഷ്യത്തിലല്ല, എനിക്ക് ഇച്ചിരി ആഗ്രഹമുണ്ട് കുറച്ച് പൈസ കിട്ടിയാൽ എന്ന്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ ഇത് ഓടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പം 8-9 ക്ലാസ്സിലൊക്കെ സിനിമയെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ചെന്നൈ ആണല്ലോ എല്ലാവരും സിനിമ എന്നൊക്കെ പറയുന്നത്. അന്ന് ഞാൻ നേരെ ചെന്നൈയിലൊക്കെ 9 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടൊക്കെ വിട്ടുപോയി സിനിമയിൽ എന്തെങ്കിലും എത്തണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കൂപ്പെന്ന് പറയുന്നൊരു വില്ലേജിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ആ സമയത്ത് ടി വി ഇല്ലായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ എൻ്റെ വീട്ടുകാർ സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ആകെ ഒരു സിനിമാ ബന്ധം എനിക്ക് കാണാൻ പറ്റുന്ന ഈ ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ ഈ രാത്രി മറ്റേ ഷോ സംഘടിപ്പിക്കും. രാത്രി ഫുൾ സിനിമ കാണിക്കും. അപ്പോൾ അത് രാത്രി, പക്ഷേ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. രാത്രി വീട്ടുകാർ ഉറങ്ങുമ്പോൾ ഒരു ഷോ കഴിഞ്ഞിട്ട് രാത്രി അവരെ പറ്റിച്ചിട്ടാണ് ഞാൻ പോയിട്ട് ആദ്യം സിനിമകൾ കണ്ടു തുടങ്ങിയത്. അപ്പം അങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ അറിയാതെ എങ്ങനെയോ വന്ന് സിനിമ ഒരു മോഹം പോലെ ഇങ്ങനെ വന്ന് കയറുകയും പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് വേറെയാണ്. ഞാൻ രാത്രി ഒരു ദിവസം കിങ് എന്ന് പറഞ്ഞപ്പോൾ വളരെ ചെറുപ്പത്തിലാണ്, ഈ പറഞ്ഞ 4ാം ക്ലാസ്സിലും 5 പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പോയിട്ട് ഫ്രണ്ടിൽ പോയിരുന്നിട്ട് അവർ ഉറങ്ങിയിട്ട് ഫ്രണ്ടിലിരുന്ന് ഞാൻ സിനിമ കാണുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പിന്നെയിന്ന് തോണ്ടുന്നത്. ഞാൻ വെച്ച് വേറെ ആരോ ഇത് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് കാണണമെന്ന് പറഞ്ഞ് കാണുകയാണ്. അപ്പോൾ ഞാൻ തല താഴ്ത്തി വെച്ച് അടുത്ത് വീണ്ടും സ്പീഡിൽ കുറച്ച് പുഷ് ചെയ്ത് തോണ്ടിയപ്പം തിരിഞ്ഞ് നോക്കിയപ്പോൾ ഫാദറാണ്. പുള്ളി അവിടെ നിന്ന് പൊക്കിയെടുത്ത് അവിടെ തന്നെ ഒരു വേലിക്കമ്പ് എഴുതി അടിച്ചിട്ട് തിരിച്ച് കൊണ്ടുപോയത് എനിക്കറിയാം. അതേസമയം അത് കഴിഞ്ഞിട്ട് എനിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ട് അതേ സ്ഥലത്ത് അതേ വേദിയിൽ നാട്ടുകാർ ഇത് ചെയ്തപ്പോൾ പുള്ളി അവിടെ വന്ന് കാണാൻ നിന്നതും എനിക്കറിയാം, സെയിം സ്ഥലത്ത്. അതും സിനിമയുടെ പേരിലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ നല്ല രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം 8-9 ക്ലാസ്സിലൊക്കെ സിനിമയെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ചെന്നൈ ആണല്ലോ എല്ലാവരും സിനിമ എന്നൊക്കെ പറയുന്നത്. അന്ന് ഞാൻ നേരെ ചെന്നൈയിലൊക്കെ 9 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടൊക്കെ വിട്ടുപോയി സിനിമയിൽ എന്തെങ്കിലും എത്തണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസൊക്കെ അത് കഴിഞ്ഞ് ആണ് ഞാൻ പിന്നെ അഭിനയിക്കാൻ ഈ +2 സമയത്തൊക്കെ ഷൂട്ടിങ്ങൊക്കെ എവിടെയെങ്കിലും കാണണമെങ്കിൽ ഞാൻ അവിടെ ബസ്സിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്കറിയില്ലല്ലോ, ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അഭിനയിക്കുകയാണല്ലോ നമ്മൾ കാണുന്നത്, സിനിമ സ്ക്രീനിലാണല്ലോ കാണുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് സീരിയലിലും അങ്ങനെയൊക്കെ ഞാൻ ചെറിയ വേഷങ്ങളും അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് ചില സിനിമകളിലൊക്കെ. ഞാനങ്ങനെ ഓഡിഷനൊന്നും ചെയ്തിട്ടേ ഇല്ല സത്യത്തിൽ. അന്നും അങ്ങനെയൊന്നും അറിയില്ല നമുക്ക്. ഈ പറഞ്ഞ പോലെ സിനിമയിൽ എന്തെങ്കിലും ആവുക എന്നുള്ളത് മാത്രമേ. സിനിമ നടനെന്നോ സിനിമയുടെ ഡയറക്ടറെന്നോ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് ധാരണയില്ല. ഡയറക്ടർ എന്താണെന്ന് പോലും അറിയത്തില്ലല്ലോ. നമ്മൾ കാണുന്ന സിനിമയിൽ ഫ്രെയിമിൽ കാണുന്നു ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അഭിനയിക്കാൻ പോകുന്നത്. പിന്നീട് അത് മനസ്സിലായത് ഇത് അഭിനയം എളുപ്പപ്പണിയല്ല എന്നും അത് എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയാണോ എന്നൊരു സംശയം തോന്നിയിട്ടാണ് ഞാൻ പിന്നെ ഡയറക്ഷനിലോട്ടൊക്കെ എനിക്ക് തോന്നുന്നു +2 ഒക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഡയറക്ഷൻ സിനിമയാണ് മേഖലയെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഡയറക്ഷൻ പരിപാടി പിന്നെ ഞാൻ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്നപ്പോഴാണ് പാർട്ട് ടൈമായിട്ടൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 1 ഇയർ ഡിപ്ലോമ കോഴ്സൊക്കെ ജോയിൻ ചെയ്യുന്നത്. പിന്നെ IFFK ആണ് എന്നെ കുറച്ചുകൂടെ, ഞാനൊരു ആൾക്കൂട്ടം കണ്ടിട്ടാണ് ഞാൻ സത്യത്തിൽ ഫസ്റ്റ് ഇയർ എന്ന് പഠിക്കുമ്പോൾ IFFKയുടെ ഒരു ആൾക്കൂട്ടവും ഫ്ലെക്സും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്കും സിനിമ കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് കൈരളി ശ്രീ തിയേറ്റർ തമ്പാനൂർ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കയറാൻ ടിക്കറ്റിന് എടുക്കാൻ പറ്റില്ല, ഇതൊക്കെ ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അടുത്ത വർഷം മാത്രമേ കാണാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ സൈഡിൽ നിന്നിട്ട് ഒരു പോലീസ് 8 പോസ്റ്റ് ഉണ്ട് അവിടെ ഒരു പോലീസുകാരൻ ഈ മറ്റേ ടാഗ് ഊരി വെച്ചിട്ട് അയാൾ ID കാർഡ് മാത്രം ഇട്ടിട്ട് അയാൾ ഒരു സ്പ്ലെൻഡർ ബൈക്കിൽ പോകുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പതുക്കെ ഞാൻ അവിടെ വന്നിട്ട് ആ ടാഗ് പതുക്കെ അടിച്ച് മാറ്റി പോക്കറ്റിലിട്ടിട്ട് അത് കാണിച്ചിട്ടാണ് ആദ്യമായിട്ട് സിനിമ കാണുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ലൈഫിലെ ആദ്യത്തെ വേൾഡ് സിനിമ കാണുന്നത്. അങ്ങനെയാണ് അന്നത്തെ ആ ഒരു ഡെലിഗേറ്റിൻ്റെ എക്സ്പീരിയൻസും അന്ന് വെർണർ ഹെർസോഗിനെ പോലുള്ള ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്തതും അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതും അവരോട് സംസാരിക്കാൻ പറ്റിയതൊക്കെ ഒരു വലിയ, എനിക്ക് തോന്നുന്നു ജീവിതത്തിലുണ്ടായിട്ടുള്ളൊരു വലിയ
ചേഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ തുടർച്ച പറയുകയാണെങ്കിൽ ഞാൻ കണ്ട അതേ സ്ഥലത്ത് തന്നെ എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ഒരു 2014 എൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് സിനിമയായിരുന്നു, അസ്തമയം വരെ, ആൻഡ് ടു ദ ഡസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതവിടെ IFFK ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ സെലക്ട് ചെയ്ത ആ വർഷത്തെ പടമായിരുന്നു. അതേ സാധനം ഞാൻ ആദ്യമായിട്ട് ഈ പറഞ്ഞ ഒളിച്ച് കണ്ട തിയേറ്ററിലാണ് ആ സിനിമ ആദ്യമായിട്ട് കാണിക്കുന്നത്. അതും ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ സെക്ഷൻ മാത്രമാണ് എനിക്കന്ന് കാണാൻ പറ്റിയത്. അപ്പോൾ അവിടെ കാണിക്കുകയും അവിടെ അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തു എന്നുള്ളത് അന്നത്തെ ഒരു പ്രായത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം IFFKയിൽ ആ വേദിയിലൊന്ന് കയറുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഫസ്റ്റ് പടത്തിൽ തന്നെ അത് കിട്ടുകയും 2 അവാർഡ് അവിടെ കിട്ടുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ 1-2 പ്രാവശ്യം വീട് വിട്ട് പോയ എൻ്റെ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചെന്നൈയിലൊക്കെ പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞ് ഒരു 2-3 മാസം കോളേജിൽ വന്നപ്പം തന്നെ വീടുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്റ്റലിലായി. പിന്നെ സ്വന്തമായിട്ട് ഈ പറഞ്ഞ ഫിലിം കോഴ്സൊക്കെ ചെയ്യുന്നതൊക്കെ സ്വന്തമായിട്ട് ജോലി എടുത്തിട്ടാണ്. ഞാൻ മറ്റേ ഇൻഷുറൻസ് അഡ്വൈസറായിട്ടും മറ്റേ 2 വീലർ ലോൺസിൻ്റെ ഇതിലും അങ്ങനെ പല ജോലികൾ എടുക്കുന്നു. അതോടൊപ്പം സ്വന്തമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതോടൊപ്പം പഠിക്കുന്നു. LLBയും അങ്ങനെ ചെയ്തത്. പിന്നെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. 17 വയസ്സിൽ വീട് വിട്ട് ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് പോകുന്നത് 23-24 വയസ്സിലാണ്. അവിടെ താമസിക്കുന്നത് പിന്നെ ഞാൻ വീണ്ടും 17 കൊല്ലം ഈ പറഞ്ഞ 17 വയസ്സ് കഴിഞ്ഞിട്ട് കോവിഡ് സമയത്താണ് ഞാൻ പിന്നെ പോയിട്ട് വീട്ടിലൊരാഴ്ച താമസിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിനിടയിൽ കിട്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് ലൈഫിലെ. ഈ പറഞ്ഞ പോലെ നമ്മളൊന്നുമില്ലല്ലോ, നമ്മളൊരു കൂപ്പെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അന്നത്തെ ഒരു നമുക്ക് വലിയ പൊളിറ്റിക്കൽ നോളജോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ഇതോ അങ്ങനെ ഒന്നും തരാൻ ഇപ്പോൾ എൻ്റെ വീട്ടുകാർക്കും അങ്ങനെയുള്ള ആൾക്കാരല്ല. നാടും അങ്ങനെ ഒരു നാടാണ്. അവിടെ നിന്നാണ് ഞാൻ പിന്നെ ഈ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ സിനിമ കാണാൻ പോകുന്നതും. അതിലേറ്റവും വലിയൊരു പ്രധാന രസം എന്ന് പറയുന്ന ഈ പടത്തിന്, ഈ തിയേറ്റർ എന്ന് പറയുന്ന പടത്തിൽ ഈ റിമ ചെയ്ത ക്യാരക്ടറുണ്ട്, മീര എന്ന് പറയുന്ന ക്യാരക്ടർ. അവർ തെങ്ങി കയറും, മരത്തിൽ കയറും, എല്ലാ മരവും കയറും, ചക്കയിടും. അതൊക്കെ എൻ്റെ വീട്ടിന് തൊട്ടടുത്തുള്ളൊരു ത്രേസ്യ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ശരിക്കും നമ്മുടെ വീട്ടിൽ തെങ്ങിൽ കയറുന്നതും ചക്ക ഇടുന്നതൊക്കെ. പിന്നെ ഞാനൊരു 8ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ എനിക്ക് സിനിമ കാണാൻ തിയേറ്ററിൽ പൈസ വേണമല്ലോ, പോയിട്ട് സിനിമ കാണണമെന്ന്. അതിന് ഞാൻ അവരെ സോപ്പിട്ടിട്ട് അവർ ചക്ക ഇട്ട് തരും. ഞാൻ വീട്ടുകാർ കാണാതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതെല്ലാം മറ്റേ ക്ലീൻ ചെയ്തിട്ട് ഇത് ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോയി കൂറ് വെച്ച് വെക്കും. എന്നിട്ട് ആ പൈസ എടുത്തിട്ടാണ് ഞാൻ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനത്തെ അത് പിന്നീട് ഈ ക്യാരക്ടറിന് അവർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ത്രേസ്യ ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കുറേ സിനിമ എന്ന് പറഞ്ഞാൽ എങ്ങനെയോ ഒരു സിനിമ ബ്ലഡിൽ അങ്ങ് വന്നു പോയി എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള 4 സിനിമകളും ഞാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ളതോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതോ ഞാൻ യാത്രയിൽ ഇത് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പറഞ്ഞ ഒരു റൂട്ടഡായിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആൻഡ് ടു ദ ഡസ്ക് ആവട്ടെ, ആ പ്രായത്തിൽ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആ പ്രായത്തിൽ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളും ആ ഒരു എക്സ്പീരിയൻസുമാണ് ആൻഡ് ടു ദ ഡസ്കിൽ വന്നിട്ടുള്ളത്. അതേസമയം തിരുവനന്തപുരത്ത് ഇപ്പോൾ മാനവീയം വീതി, അഭിനയ, അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു +2 കഴിഞ്ഞിട്ടുള്ളൊരു ലൈഫുണ്ടല്ലോ, ഞാൻ ഈ ജോലി എടുക്കുന്ന സമയം, അപ്പോഴത്തെ അവിടുത്തെ ഒരു സാംസ്കാരിക പ്രവർത്തനം, ആ ഒരു ഇത് വെച്ചിട്ടാണ് അയാൾ ശശി ചെയ്തത്. അതാണ് ട്രിവാൻഡ്രത്തെ തന്നെ മാനവീയം വീതിയിൽ തന്നെ ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നതും ആ ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടെ നിന്ന് കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഒരു ക്യാരക്ടറാക്കി മാറ്റുകയാണ് ചെയ്തത് എഴുത്തിൻ്റെ ഒരു ഇതിൽ. ബിരിയാണി ആണെങ്കിലും എൻ്റെ പേഴ്സണൽ കുറേ എക്സ്പീരിയൻസുകളുണ്ട്. അതുപോലെ എനിക്കറിയാമെന്നുള്ള കുറേ മനുഷ്യരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അതെന്നെ ഹോണ്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ബിരിയാണിയും ചെയ്യുന്നത്. അപ്പോൾ തിയേറ്റർ ആണെങ്കിലും അങ്ങനെ പേഴ്സണൽ കുറേ കാര്യങ്ങളും പലരും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ 2010 ഞാൻ പഠിക്കുന്ന സമയത്ത് കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വാർത്തയുണ്ട്, ഒരു 3 ദിവസം തുടർച്ചയായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള. അതൊക്കെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ട്. പിന്നെ ഇതെല്ലാം ഇൻസ്പിറേഷൻ മാത്രമാണ്. പിന്നെ അത് ബ്ലെൻഡ് ചെയ്യുന്നതും തിരക്കഥയാക്കുന്നതും ഒക്കെ പിന്നീടുള്ള ഇതാണ്. ഇതുവരെ അങ്ങനെയാണ്. പക്ഷേ ഞാൻ ബിരിയാണി കഴിഞ്ഞിട്ടൊരു ത്രില്ലർ പടമാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അത് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല. പിന്നെയാണ് തിയേറ്റർ പെട്ടെന്ന് എനിക്ക് ഇതുപോലെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റും ഒക്കെ ഒരുപാട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അല്ല, ഞാൻ പണ്ടുപോലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടു തുടങ്ങിയത് എൻ്റെ കമേഴ്ഷ്യൽ സിനിമകളാണ്. അല്ല, എനിക്കങ്ങനെ സിനിമ ഒരു വേർതിരിവോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എല്ലാ സിനിമയും എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയില്ലെങ്കിൽ പിന്നെ അത് പോണ്ടാന്ന് കാണില്ല, അല്ലെങ്കിൽ പിന്നീട് OTT വരുമ്പം കാണാമെന്ന് വിചാരിക്കുന്നത്. അല്ല, അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാം ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും. മറ്റഭിപ്രായം വരുന്നതിന് മുന്നേ നമ്മുടേതായിട്ടുള്ളൊരു അഭിപ്രായം രൂപീകരിക്കാനും നമ്മുടെ ജഡ്ജ്മെൻറ്റ് ചിലപ്പോൾ ശരിയാവണമെന്നും പലതരത്തിലുള്ളൊരു കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പം നാളെ നമ്മൾ ഒരു പടം കണ്ടിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പടമാണെങ്കിൽ അതെങ്ങനെ ഹിറ്റായി,
അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപകാരപ്പെടും. പിന്നെ എനിക്ക് സിനിമ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞില്ല. അപ്പം പിന്നെ എൻ്റെ മനസ്സിലും പിന്നെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനത്തെ സിനിമകൾ വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഞാൻ ആരുടെയും കൂടെ അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം ആ 1 ഇയർ കോഴ്സിൽ പോലും ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ സിനിമ ഒരു പാഷനാണ്. പിന്നെ ഞാൻ സിനിമ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേരെടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും അവസരം കിട്ടിയിട്ടില്ല. നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരും ഇല്ലായിരുന്നു, സപ്പോർട്ട് ചെയ്യാൻ ആളില്ലായിരുന്നു. എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ എന്നെ പറയാൻ പറ്റുന്ന IFFKയോ അല്ലെങ്കിൽ അവിടുത്തെ ചലച്ചിത്ര മറ്റ് ഫെസ്റ്റിവൽസ്, മറ്റ് ഫിൽക്ക പോലത്തെ ഉള്ള ഫിലിം സൊസൈറ്റികളും ഒക്കെയാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്കഷൻസും സിനിമ കണ്ടതിന് ശേഷമുള്ള ചർച്ചകളും അങ്ങനെയാണ് ഞാൻ സിനിമ പഠിച്ചതും. പിന്നെ IFFKയിൽ വരുന്ന ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും അവിടെ നിന്നുള്ള സൗഹൃദങ്ങളും ആ ഒരു സങ്കല്പമാണ് എനിക്കുള്ളത്. അപ്പം ആ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്ന ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഫെസ്റ്റിവൽ സിനിമ ചെയ്യാം, കുറച്ചുകൂടെ എളുപ്പമാണല്ലോ, ബജറ്റ് നമുക്ക് തന്നെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ അൻഡു ദ ഡസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റാറിൻ്റെ അവിടെ പോയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പ്രായത്തിൽ സിനിമയില്ലായിരുന്നു. ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഒരു പടം പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു തീരുമാനിച്ചിട്ടാണ് ആ സമയം വരെ എന്ന് പറഞ്ഞാൽ അത് ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് എന്നുള്ള നിലയിലും. പിന്നീട് ആ പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പിന്നെ തനിയെ ഈ ഫെസ്റ്റിവൽസിനൊക്കെ പോയി. ഞാൻ അങ്ങനെ ധരിച്ചിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഫെസ്റ്റിവൽസ് ഒന്നും തനിയെ പോകത്തില്ല. അതിനുമൊക്കെ കുറേ ഇതുണ്ട്. നമുക്ക് കണക്ഷൻസ് വേണം, കുറച്ച് ബന്ധങ്ങൾ വേണം, കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ വേണം. അതൊക്കെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് അത്. പക്ഷേ ബിരിയാണിയൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഈ ഫെസ്റ്റിവൽസ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമ എങ്ങനെയാണ് വർക്കാവുന്ന, ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെയാണ് ഫെസ്റ്റിവൽസിനും ഫോർമുലാസ് ഉണ്ട്. ഫോർമുല സിനിമകളുണ്ട്. നമ്മൾ കമേഴ്ഷ്യൽ സിനിമ വിജയുടെ പടം അല്ലെങ്കിൽ അജിത്തിൻ്റെ പടം എന്ന് പറയുമ്പോൾ 3 പാട്ട് 4 ആക്ഷൻ മറ്റേ അത് റൊമാൻസ് എല്ലാം എടുത്തിട്ട് കറക്റ്റായിട്ട് മിക്സ് ചെയ്യുന്നത് പോലെ തന്നെയാണ് പലരും ഫെസ്റ്റിവൽ സിനിമകളും ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റ് ഫോർമുല, ഒരു ഫെസ്റ്റിവൽസിന് എന്താണ് വേണ്ടത്, അതനുസരിച്ച് ആ സിനിമകളാണ് ചിലപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫെസ്റ്റിവൽ സിനിമകൾക്കകത്ത് ഇതുപോലത്തെ ഫോർമുല ഉണ്ടെന്ന് പലർക്കും അറിയില്ല, നാട്ടുകാർക്ക് അറിയില്ല. അല്ല ഇതെങ്ങനെയാണ് ഫെസ്റ്റിവൽസിന് എത്തുന്നതെന്നും പലർക്കും അറിയില്ല. അപ്പം എനിക്കത് ഏകദേശം ആ ഒരു ഏരിയയും മനസ്സിലായി എന്നുള്ളതാണ് കുറച്ച്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതുകൊണ്ടാണ് ഞാൻ ഈ പടം ഫെസ്റ്റിവൽസിന് പോകണ്ട, അല്ലെങ്കിൽ നല്ല ഫെസ്റ്റിവൽസൊക്കെ ഇത് കിട്ടിയതാണ്. കുറച്ച് മോസ്കോ പോലത്തെ ഫെസ്റ്റിവൽസിലൊക്കെ ഇത് സെലക്ട് ചെയ്തതാണ്. എളുപ്പത്തിൽ സിനിമാക്കാരനാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻഡിപെൻഡൻറ്റ് സിനിമ ചെയ്തത്, അൻഡു ദ ഡസ്ക് ചെയ്തത്. പിന്നെ അടുത്ത രണ്ടാമത്തെ സിനിമ ശ്രീനേട്ടനെ വെച്ച് ചെയ്ത പടമായിരുന്നു, അയാൾ ശശി എന്ന് പറഞ്ഞ പടമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കുറച്ചുകൂടെ ഒരു സ്റ്റൈല് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒരു സറ്റയർ ആക്കിയിട്ടാണ് ആ സിനിമ ചെയ്തത്. അപ്പോൾ എൻ്റെ എല്ലാ സിനിമയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ലാംഗ്വേജസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ അൻഡു ദ ഡസ്കിൽ ഒരു 15 ഡയലോഗ്സേ മൊത്തത്തിൽ പടത്തിലുള്ളൂ. അത് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് എന്നുള്ള നിലയിലാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അയാൾ ശശി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ അതൊരു സറ്റയറാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും കുറച്ച് ഈ പറഞ്ഞ ഒരു സീൻ ഒരു ഷോട്ടായിട്ട് അതിൻ്റെ കൊറിയോഗ്രാഫിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. ബിരിയാണിയിലെത്തുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും വലിയ കാര്യമില്ല എന്നും, കുറച്ചുകൂടെ ജനങ്ങളിലോട്ട് എത്തണമെന്നും, അപ്പോൾ അതിൻ്റെ ഒരു പേസ് വേറെ തരത്തിലാക്കണമെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ബിരിയാണി ചെയ്തത്. അതുപോലെയല്ല തിയേറ്റർ ഇരിക്കുന്നത്. അപ്പം 4 സിനിമയും 4 രീതിയിലാണ്, 4 ട്രീറ്റ്മെൻറ്റാണ്, 4 രീതിയിലാണ് മൊത്തം സിനിമ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് തന്നെ, ഒരുപോലെ അല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് കുറച്ചുകൂടെ ഈ പറഞ്ഞ ഒരു കൊമേഴ്ഷ്യലി കൂടുതൽ ആൾക്കാരിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത്. പിന്നെ എൻ്റെ സിനിമയും കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഇത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ചില ആൾക്കാർ ഇത്തരം സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ, ചില സീരിയസ് സിനിമ. എനിക്കെങ്ങനെയോ ഈ പറഞ്ഞ പോലെ ഈ 4 സിനിമ ചെയ്യാൻ എനിക്കിഷ്ടമുള്ളപ്പോൾ എനിക്കിഷ്ടമുള്ള സിനിമ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം സിനിമകൾ ചെയ്യുന്നത്. അതുകൊണ്ട് പക്ഷേ കമേഴ്ഷ്യൽ സിനിമ ചെയ്യില്ല എന്നല്ല. അടുത്ത എൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ കമേഴ്ഷ്യൽ സ്ക്രിപ്റ്റുകളാണ്. ബിരിയാണിക്ക് ശേഷം ചെയ്തു വെച്ചതും എനിക്കൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിയതും ഞങ്ങളിപ്പോൾ അജയൻ ചാലിശ്ശേരി ഇല്ലേ, മഞ്ഞുമൽ ബോയ്സൊക്കെ, മഹേഷിൻ്റെ പ്രത്യേക പുള്ളി ക്യാമറമാൻ, ഞങ്ങളൊരു 3 മാസം ഫുൾ വരച്ച് 3D ഒക്കെ ചെയ്ത് ലൊക്കേഷൻസൊക്കെ കണ്ട് ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ത്രില്ലറായിരുന്നു. പക്ഷേ അത് നടക്കാതെ വന്നപ്പോഴാണ് പെട്ടെന്ന് തിയേറ്ററിലോട്ട് എത്തുന്നത്. അപ്പോൾ അടുത്ത പരിപാടികളൊക്കെ വലിയ വലിയ പ്രൊജക്റ്റുകൾ തന്നെയാണ്. കുറച്ചുകൂടെ കമേഴ്ഷ്യൽ എന്ന് വെച്ചാൽ ഫോർമുല ആയിരിക്കത്തില്ല, പക്ഷേ ആൾക്കാരെ ക്യാച്ച് ചെയ്യുന്ന, തിയേറ്ററിൽ വർക്ക് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. അതറിയില്ല, തിയേറ്ററിൽ വർക്കായാലേ അറിയാൻ പറ്റൂ. അത്തരം സബ്ജക്റ്റുകളും അത്തരം സിനിമകളും ഒക്കെ ചെയ്യണമെന്നുണ്ട്. 2 സിനിമകളും എനിക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല. നമുക്കിഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക. അത് എല്ലാ സിനിമയും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു സിനിമ അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ അല്ല മറ്റേ സിനിമ അപ്രോച്ച് ചെയ്യുന്നത്. രണ്ടും രണ്ടാണ്, 2 എക്സ്പീരിയൻസാണ്. പ്രധാനപ്പെട്ട ടീംസ് എല്ലാം അത് പണ്ടുപോലെ ഉള്ളതാണ്. ഇപ്പോൾ അപ്പു ഭട്ടതിരി,
എഡിറ്ററാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും ഒരു സിനിമ ഡയറക്ടർ എഡിറ്റർ എന്നുള്ള ബന്ധമല്ല, അതിലുപരിയായിട്ട് സൗഹൃദത്തിനേക്കാളും അപ്പുറം ബന്ധമുണ്ട്. അപ്പം നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷനുണ്ട്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ പടം, ആദ്യ പടം കാർത്തിക് മുത്തുമാർ ആണെങ്കിലും അവനുമായിട്ടും അങ്ങനെ ഒരു കണക്ഷനുണ്ട്. ഇപ്പോൾ ഈ പടത്തിൽ മ്യൂസിക് ഡയറക്ടർ അബ്ബാസ്, ഇതിൻ്റെ ക്യാമറാമാൻ ശ്യാം, എല്ലാവരുമായിട്ടും, അതുപോലെ ആക്ടേഴ്സുമായിട്ടും. ഇപ്പോൾ ആദ്യത്തെ പടത്തിൽ സനൽ, ഞാൻ 10-84 പേരെ ഓഡിഷൻ ചെയ്തിട്ടാണ് സനലിലോട്ട് എത്തുന്നത്. ശ്രീനേട്ടനുമായിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലായിരുന്നു, കനിയായിട്ടുള്ള എക്സ്പീരിയൻസ്. അതുപോലെ ഇപ്പോൾ റിമ, ഇവരുടെയൊക്കെ അവർ റെഡിയാണ് ഞാൻ പറയുന്ന സബ്ജക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരുടെ എഫേർട്ട് വിടുന്നുണ്ട്. ആ എഫേർട്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പം ആ ടീം നല്ലതായിരിക്കും എപ്പോഴും. ചില ആൾക്കാരൊക്കെ നമുക്ക് സിങ്കാവില്ലായിരിക്കും, അത് സ്വാഭാവികമാണ് ഇത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ മേജർ എല്ലാവരും സിങ്കാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്ന പെർഫോമൻസിനാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, പണ്ട് ഞാൻ സിനിമ കാണുമ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ ഡയറക്ടർ ആയിരുന്നോ, ഇതിൻ്റെ ക്യാമറ ആയിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടെക്നിക് ലൈറ്റിംഗ് എന്നോ, അങ്ങനെ ഒന്നും അറിയില്ലല്ലോ. നമ്മൾ കാണുന്നത് എന്താണ്, സിനിമ സ്ക്രീനിൽ എന്ത് നടക്കുന്നു, അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ, അപ്പോൾ അത് വിശ്വസനീയമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് റീടേക്ക് എടുക്കും. പെർഫോമൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് സമയം കൊടുക്കുന്നു. ഒരു ദിവസം ശരിയായില്ലെങ്കിൽ അടുത്ത ദിവസം പോയി ഷൂട്ട് ചെയ്യും. അതിന് ശരിയായില്ലെങ്കിൽ വീണ്ടും മൂന്നാമത്തെ ദിവസം ഷൂട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും സെറ്റിൽ ആരും വരരുതെന്ന്. അപ്പോൾ അങ്ങനെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനാവും. പക്ഷേ എനിക്കറിയാം ഞാൻ പറയുന്ന ബഡ്ജറ്റിൽ തന്നെ എനിക്ക് നിർത്താൻ പറ്റുമെന്നും ആ കാൽക്കുലേഷനും എനിക്കുണ്ട്. അപ്പോൾ ചിലത് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റില്ല, നമ്മുടെ ഒരു ഇൻറ്റ്യൂഷനും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരിയാവുന്നവരെ ഷൂട്ട് ചെയ്യും. അതിനുള്ള ഒരു പിന്നെ ചില സീനുകളിൽ ചില ആൾക്കാർ നമുക്ക് പറ്റത്തില്ല, ചിലത് പെട്ടും പോവും, അതിൻ്റെയും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കൂടുതൽ ഞാൻ പെർഫോമൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ലൊക്കേഷൻ കണ്ടിട്ടാണ് ഞാൻ എഴുതുന്നത് സിനിമയിൽ. എന്ന് പറഞ്ഞാൽ എഴുതുന്ന സമയത്ത് തന്നെ എനിക്കറിയാം ഇത് ഇവിടെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ആ യാത്രയുടെ ഗുണമെന്ന് പറയുന്നത്. എനിക്കിഷ്ടമാണ് പല സ്ഥലങ്ങളിൽ ട്രക്ക് ചെയ്യാനും. ഇപ്പോൾ അൻഡു ദ ഡെസ്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇനി ജന്മത്ത് ഒരു സിനിമയ്ക്ക് അതിലെ പല ലൊക്കേഷനിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് നടക്കുന്നത് ചെമ്പ്ര പീക്കിലാണ്. ചെമ്പ്ര പീക്ക് എന്ന് പറയുന്നത് അറിയാമല്ലോ, മേപ്പാടി ചെന്നിട്ട് 4 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ട് വേണം അവിടെ എത്താൻ. അന്ന് ഈ ഫുൾ ക്രൂവിനെയും കൊണ്ട് ആണ് ഞങ്ങൾ അവിടെ പോകുന്നത്. അപ്പോൾ അത് എളുപ്പമല്ല. പിന്നെ അതുപോലെ തിരുവനന്തപുരത്തെ പോലെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അതിൽ പാമ്പിനെയൊക്കെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്, ആനത്താരിയുടെ ഇടയിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ആ റിസ്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെയുള്ള ആൾക്കാർ എത്ര ഇതെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് പാടായിരിക്കും, ഇപ്പം ചിന്തിക്കാൻ പോലും പറ്റില്ല. അന്ന് ആ ഒരു എനർജി ഉണ്ടായിരുന്നുകൊണ്ടും ആണ് അത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ലൊക്കേഷൻസ് ഓൾറെഡി എനിക്കറിയാം ഇന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഈ തിയേറ്ററിൽ തന്നെ ഞാൻ കണ്ടിരുന്നൊരു ലൊക്കേഷൻ വേറെ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഗോൾഡൻ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ് ഈ സിനിമ കുറേ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കത് മറ്റേതിനേക്കാളും നന്നായിട്ട് തോന്നി. ചില ലൊക്കേഷൻസ് നമ്മൾ മനസ്സിൽ കണ്ട് എഴുതി വെച്ചിട്ട് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അയാൾ ശശിയിലെ ക്ലൈമാക്സ് ഞാൻ അവിടെ അല്ല ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എനിക്കത് പ്രോപ്പറായിട്ട് ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ ആ ലൊക്കേഷൻ കിട്ടാത്തതുകൊണ്ട്, പെർമിഷൻ കിട്ടാത്തതുകൊണ്ടും കാട്ടിനുള്ളിലായിരുന്നു. പിന്നെ കിട്ടിയ സ്ഥലത്ത് ഷൂട്ട് ചെയ്യേണ്ടി വന്നൊരു സിനിമയാണ്. നമ്മളൊരു സിനിമയുടെ ഒരു ഏകദേശ രൂപം സിനിമ ഷൂട്ടിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ എത്ര ലെൻസ്, ഇപ്പം ബിരിയാണിയിൽ നമ്മുടെ ലെൻസ് കിറ്റ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ബിരിയാണിയിൽ ഇത്ര 4 ലെൻസ് മതി. ഈ 4 ലെൻസിലേ നമ്മൾ ഷൂട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇപ്പം ബാക്ക് ഷോട്ട് ചിലപ്പം പാനിങ്ങും ടിൽറ്റിങ്ങും മാത്രമേ ചിലപ്പോൾ ഉപയോഗിക്കുകയുള്ളൂ, എല്ലാ ക്യാമറ മൂവ്മെൻറ്റ്സും ഉപയോഗിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ആദ്യമേ തന്നെ, പിന്നെ എൻ്റെ കൂടെ DOP ഒക്കെ ഒരു മാസം ഉണ്ടാവും. ആ സമയത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു മൊത്തം സിനിമയുടെ ഒരു ലാംഗ്വേജും. അപ്പോൾ അങ്ങനെ പിന്നെ ബിരിയാണി ഒരു റോസ് സിനിമയാണ്. ആ സിനിമ അങ്ങനെ വേണം ഷൂട്ട് ചെയ്യാൻ. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാമറ മൂവ്മെൻറ്റ്സ് ഒന്നും വെച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ടോൺ എങ്ങനെയാണ്. അപ്പോൾ സെയിം ക്യാമറാമാനാണ് മാര ഷൂട്ട് ചെയ്തത്. ഒരിക്കലും രണ്ട് രീതിയിലുള്ള പടമാണ്. അപ്പോൾ അതേസമയം ആ ട്രീറ്റ്മെൻ്റ് അല്ല തിയേറ്ററിനുള്ളത്. തിയേറ്റർ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ട്സും ആ ഒരു തരത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെയല്ല അൻഡു ദ ഡെസ്ക് ചെയ്തിരിക്കുന്നത്. മറ്റത് അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അതൊരു ഫിലിം കഥയേക്കാളുപരി, കണ്ടൻറ്റിനേക്കാളുപരി ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ. ആ ലാംഗ്വേജിൽ നമ്മൾ കുറച്ചുകൂടെ ഡിഫറെൻ്റായിട്ടും പുതിയ രീതിയിലും പുതിയ ഇമേജസ് ഉണ്ടാക്കാനും, അതെനിക്കൊന്ന് സെല്ലിലോയിഡ് മാറിയിട്ട് ഈ ഡിജിറ്റലിലോട്ട് വരുമ്പോൾ തന്നെ സിനിമയുടെ ഭാഷ മാറില്ല. നമുക്ക് കുറേ സാധ്യതകൾ തുറന്നു കിട്ടുകയാണല്ലോ. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്
പ്രധാനം. വേറൊരു പടത്തിന് ഇത്രയും പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് തനിയെ ഇപ്പോൾ ബിരിയാണിയൊക്കെ തനിയെ ഉണ്ടായൊരിതാണ്. ഫെസ്റ്റിവൽസിൽ പോകുന്നു. ഈ കാലത്ത് മാർക്കറ്റ് ചെയ്യേണ്ടി വരും. മാർക്കറ്റിംഗ് അവനവൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പടം അങ്ങനെയല്ല. ഇത് കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാരിൽ എത്തണമെന്ന് എനിക്കുണ്ട്. കാര്യം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പടം ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളും എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണുന്നതാണ്. അപ്പം അത് കാണുക എന്നുള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെടുമെന്നല്ല, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഒരു ആർട്ടും അങ്ങനെ എല്ലാവർക്കും പൂർണ്ണ സംതൃപ്തി കൊടുക്കുന്ന ചിലപ്പം കാണണമെന്നില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് ഇത് വർക്കാവും, കണക്ട് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് മാക്സിമം ഇതെല്ലാവരോടും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് തിയേറ്ററിൽ തന്നെ വന്നത്. ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസാണ്. ഇതിൻ്റെ സൗണ്ടും ഇതിലെ സൗണ്ട് ഡിസൈൻ ഞാനും ജുബിനും കൂടെ ചെയ്തിരിക്കുന്നത്. ബിരിയാണി ഞാൻ ഒറ്റയ്ക്കാണ് സൗണ്ട് ഡിസൈൻ ചെയ്തത്. അപ്പം സൗണ്ടും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ഇതിലെ സൗണ്ടൊക്കെ കൃത്യമായിട്ട് ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്താലേ വർക്കാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ചിലതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കും. നമ്മളെ പ്ലാനിങ് പടിയല്ല ചിലത് നടക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് നേരത്തെ പ്ലാൻ അൻഡു ദ ഡസ്കൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് ഈച്ച് ആൻഡ് എവറി ഫ്രെയിംസ് എനിക്ക് അറിയായിരുന്നു. ഇന്ന ലൊക്കേഷൻ അറിയായിരുന്നു, ആൾക്കാരെ അറിയായിരുന്നു. പിന്നെ അന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റിനെ കിട്ടില്ല. അന്ന് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പലരെയും അന്ന് വിളിച്ചിരുന്നു അഭിനയിക്കാനായിട്ട്. അപ്പോൾ പലരും വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഫീമെയിൽ ലീഡൊക്കെ അങ്ങനെയൊക്കെയാണ് ശില്പ വരുന്നത്. പിന്നെ വേറൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് പിന്നെ അവസാനം മലയാളത്തിൽ നിന്ന് ആരെയും കിട്ടാത്തതുകൊണ്ട് ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്രകൃതി ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അന്ന് വിളിച്ചിട്ട് വരാത്തവരൊക്കെ ഇപ്പം പലരും എൻ്റെ കൂടെ പിന്നാലെ ഇപ്പം ചാൻസ് ചോദിച്ച് നടക്കുന്നുമുണ്ട്. അന്ന് നമ്മളറിയത്തില്ലല്ലോ നമ്മൾ എങ്ങനത്തെ സിനിമയായിരിക്കും എന്നറിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ അഹങ്കാരത്തിൽ പറഞ്ഞതല്ല, ഒരു കാലത്തിൻ്റെ ഒരു മാറ്റമാണ് ചില കാര്യങ്ങൾ. അത് വ്യക്തികൾക്കും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ അന്നുണ്ടായിരുന്ന പോലെ അല്ലല്ലോ ഇന്നുണ്ടാവുന്നത്. നമ്മൾ സിനിമയുടെ ഇതാവട്ടെ, ലൈഫിൻ്റെ പെർസ്പെക്റ്റീവ് ആവട്ടെ, പല കാര്യങ്ങളും ലേണിങ്ങും അൺലേണിങ്ങും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം പോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന മാറ്റം പോലെ തന്നെ സിനിമയിൽ നമുക്ക് മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഇന്ന് ഞാൻ അൻഡു ദ ഡസ്ക് എടുക്കില്ലായിരിക്കും. അന്നത് ശരിയാണ്. അന്ന് അതിൽ ഞാൻ വിശ്വസിച്ചു, അതിൽ ഡെഡിക്കേറ്റ് ചെയ്തു, ആ സിനിമ ചെയ്തു. ഇന്നലെ അയാൾ ശശി എടുക്കില്ലായിരിക്കും. അപ്പം അത് നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ടെക്നോളജിയിൽ മാത്രമേ കുറേ കാര്യങ്ങൾക്ക് പുതുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ റിയലൈസ് ചെയ്യാൻ നമുക്ക് സമയമെടുക്കും എന്നുള്ളതാണ്. അല്ല, ഇതുവരെയുള്ള രീതിയിൽ ഒരു പരിധി വരെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് 100% എന്തായാലും പറ്റാറില്ല. ഒരു 70% 80% വരെ എത്തുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഇതിൽ ഒതുങ്ങുന്ന ബജറ്റും കൂടെ ആയതുകൊണ്ടാണ്, പ്രൊഡ്യൂസേഴ്സും. അപ്പം നമുക്കറിയാം. അതേസമയം നിങ്ങൾ ഭയങ്കര ഒരു വലിയ ബിഗ് ബജറ്റിൽ സിനിമയിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനം ഇന്ന സമയത്ത് അത് എടുത്ത് തീർക്കണം, അല്ലെങ്കിൽ അത് തട്ടിക്കൂട്ടായി പോകും, റീടേക്ക് പോകാൻ പറ്റത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടണമെന്നില്ല. അങ്ങനെയാണ് പല പ്രൊജക്റ്റുകളും ഇല്ലാതാവുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറാണെങ്കിൽ ഓക്കെയാണ്. ചിലപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു ടീമായിരിക്കത്തില്ല. ചിലപ്പോൾ ആർട്ടിസ്റ്റ് പ്രശ്നം ഉണ്ടാവും, അവർ സഹകരിക്കത്തില്ല. ചിലപ്പം പ്രൊഡ്യൂസർ പ്രശ്നം ഉണ്ടാവും, ചിലപ്പം ടീമിൽ വേറെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഇതല്ലല്ലോ, ഒരു കൂട്ടായ്മയുടെ ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സിനിമ എന്ന് ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കുന്നത്. അറിയാതെ വല്ലതും ഒരുവെങ്കിലേ ഉള്ളൂ. നമ്മുടെ സിനിമ എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞങ്ങളുടെ സിനിമ എന്നാണ് പറയുന്നത്. കാര്യം സിനിമ അങ്ങനെയാണ്. പക്ഷേ സ്ക്രിപ്റ്റ് ഞാൻ പറയും എൻ്റെ സ്ക്രിപ്റ്റാണ്, ഞാൻ എഴുതിയതാണ് എന്ന് പറയാൻ പറ്റും. കാര്യം അത് നമ്മൾ മാത്രം ഇരുന്ന് ചെയ്യുന്നതാണല്ലോ. അല്ലെങ്കിൽ ഒരു കവിത എഴുതുന്നതോ മറ്റാർട്ടൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും കൂടെ പക്ഷേ ഒരു വിഷൻ വേണം. അത് ഒരു ഡയറക്ടർക്കാണ് ആ വിഷൻ മൊത്തത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ എന്നാലും ചില സമയത്ത് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും മറ്റുള്ളവരുടെ. ചില സമയത്ത് അവർക്കത് ചിലപ്പം കിട്ടണമെന്നില്ല. ഈ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ സിനിമയിലെ കൂടുതലും എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യും. ചിലപ്പോൾ ഇതുൾപ്പെടെ കോർഡിനേഷൻ ഉൾപ്പെടെ കാര്യം. അതല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടത്തില്ല. ഇപ്പം എൻ്റെ രണ്ടാമത്തെ സിനിമയിലൊക്കെ എനിക്ക് പറ്റിപ്പോയത്, ഞാനൊരു ലൊക്കേഷൻ കാണും, അത് കുറച്ചുകൂടെ ഒരു കമേഴ്ഷ്യൽ. ഇപ്പോൾ സുഗോട്ടനും സുധീഷ് ചേട്ടനൊക്കെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. സുഗോട്ടൻ പി സുകുമാർ, ക്യാമറാമാനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള, നടനും ഒക്കെ ആയിട്ടുള്ള സുഗോട്ടൻ. പിന്നെ മീശ മാധവൻ്റെ പ്രൊഡ്യൂസർ സുധീഷ് ചേട്ടനും കൂടെയാണ് അത് ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ വന്നപ്പോൾ ശ്രീനിയേട്ടനാണ് അഭിനയിക്കുന്നത്. അവിടെ വന്നപ്പോൾ എനിക്ക് പലപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ സെറ്റിൽ വന്ന് നിൽക്കുന്നത്. അതൊന്നും വലിയ ബഡ്ജറ്റ് പടമല്ല, എന്നാൽ പോലും എൻ്റെ ഒരു സിനിമ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വന്ന് നിന്നിട്ട് വൈകിട്ട് രാവിലെ ഹായ് സാറെന്ന് പറയും, വൈകിട്ട് വന്നിട്ട് പൈസ മേടിച്ചിട്ട് പോകുന്നവരുണ്ട്.
ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതേസമയം ബാക്കി എല്ലാ പടങ്ങളിലും എനിക്കറിയാം ഇയാൾ എന്തിനാണ് നിൽക്കുന്നത്, ആരാണത്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൺട്രോളിലായിരിക്കും. അങ്ങനെ കൺട്രോള് പോകുമ്പോഴായിരിക്കും ചിലപ്പം ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാതാവും. ചില കാര്യങ്ങൾ പിന്നെ ഉള്ളത് വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ മേജർ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. പിന്നെ എൻ്റെ എല്ലാ പടത്തിലും എഡിറ്റർ എന്നുള്ള നിലയിൽ അപ്പുമായിട്ട് എനിക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷനുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സ്ക്രിപ്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ എഴുതുമ്പോൾ തന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പോലെ പുള്ളി വായിക്കുന്നതാണ്. അപ്പം ബാക്കി DOP എല്ലാവരും നമ്മൾ ആ ഒരു എന്താണ് എൻ്റെ ഒരു വിഷൻ, എന്താണ് ആ സിനിമ എന്ന് ഞാൻ ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ. അപ്പോൾ പ്രൊഡക്ഷനിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരേണ്ടതില്ല. പക്ഷേ എന്നാലും പല മനുഷ്യരായതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുമുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ പറയുന്ന ഏറ്റവും ഒരു സിനിമയിൽ, ഞാൻ ചെയ്യുന്നത് പോലത്തെ സിനിമയിൽ ഏറ്റവും നല്ല പെർഫോമർ എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകനാണ്. നമ്മൾ പലരിടത്തും ഇപ്പോൾ ദേഷ്യം വന്നാലും ദേഷ്യപ്പെടാൻ പാടില്ല. ചില ആൾക്കാർ നമ്മുടെ മുന്നിൽ കൂടെ പൈസ അടിച്ചുകൊണ്ട് പോകുന്ന കാണും. പൈസ അടിച്ചുകൊണ്ട് പോകുന്നതല്ല, വല്ല കാര്യം അനാവശ്യ പൈസയാണ്. എനിക്കറിയാം ആ ചെറിയ പടങ്ങൾ ചെയ്യുമ്പോൾ പോലെ 5-10 ലക്ഷം രൂപ കൺമുന്നിലൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അവിടെ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ, അവിടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ വികാരവും ഇതൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി കളഞ്ഞിട്ട് പോകും. നമുക്ക് ഈ 5 ലക്ഷം രൂപയുടെ നഷ്ടം ചിലപ്പോൾ 25 ലക്ഷം രൂപയുടെ നഷ്ടമാക്കും. അപ്പോൾ അതുകൊണ്ട് ചിലത് അങ്ങനെ നിൽക്കണം, ചിലത് പറയേണ്ടടുത്ത് പറയണം. ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും നല്ല പെർഫോമർ ഒരു ഡയറക്ടറാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാനൊക്കെ ചെയ്യുന്ന സിനിമയിൽ ചില പ്രശ്നങ്ങളുണ്ടാവും, ആർട്ടിസ്റ്റുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവും, അതിനെ സോൾവ് ചെയ്യാൻ നോക്കണം. അധികം എനിക്കാരും അങ്ങനെ തലവേദന തന്നിട്ടില്ല, എന്നാലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പ്രൊഡ്യൂസേഴ്സ് എല്ലാ തരത്തിലും ഒരു പെർഫോമർ, ഏറ്റവും നല്ല പെർഫോമർ ആണ് ഒരു സംവിധായകൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ബേസിക്കലി എല്ലാം നന്നായാൽ മാത്രമേ ഒരു സാധനം വർക്കാവുള്ളൂ. അല്ല ഒരു സാധനം പാളിയാൽ അത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് എഫേർട്ട് തിരക്കഥയിലാണ്. ഞാനത് റീറൈറ്റ് ചെയ്ത് ഇപ്പം പുതിയ ഞങ്ങൾ ചെയ്യുന്ന സ്ക്രിപ്റ്റിൻ്റെ അടുത്ത സിനിമയുടെയൊക്കെ ഓൾറെഡി 1.5 കൊല്ലമായിട്ട് ഞാൻ അങ്ങനെ ഇപ്പം ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്ന പലരും. ഇപ്പം ഞാൻ സ്വന്തമായിട്ടിരുന്ന് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു പടം എഴുതാൻ തന്നെ ചിലപ്പോൾ 1 കൊല്ലം എടുക്കും, ചിലപ്പോൾ 3 മാസം കൊണ്ട് എഴുതാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ 6 ഇതെടുക്കാം. അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് സജീവമാവണമെന്ന് വിചാരിച്ച് പല ആൾക്കാരുമായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 പേരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം 2 കൊല്ലമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഈ 2 കൊല്ലമായിട്ട് ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. റീറൈറ്റ് ചെയ്യുന്നു, 18 ഡ്രാഫ്റ്റ് എഴുതിയ സ്ക്രിപ്റ്റുണ്ട്, 22 ആയിട്ടുള്ള സ്ക്രിപ്റ്റുണ്ട്. പക്ഷേ ഇതൊക്കെ അറ്റ് എ ടൈം ഞാൻ 2 കൊല്ലമായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ 5 പേരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റവർ ഒരു സ്ക്രിപ്റ്റിലാണ് ഈ 2 കൊല്ലം ഇരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഐഡിയയാണ് ഞാൻ ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത്, ഒരുമിച്ച് വർക്ക് ചെയ്ത്. അപ്പം സ്ക്രിപ്റ്റ് പക്കയാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സ്ക്രീൻ പ്ലേ പക്കയാക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് കൊടുത്താലേ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ്. അല്ല ഏതെങ്കിലും ഒന്ന് ശരിയായതുകൊണ്ട്, ഇപ്പം നല്ല തിരക്കഥ ഉണ്ടായതുകൊണ്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞില്ല, ഒരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്ന് തീരുമാനിക്കും, അതിൻ്റെ ലെൻസിങ് നമ്മൾ തീരുമാനിക്കും, ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത്, എത്ര ലെൻസാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ലെൻസ് ഉപയോഗിക്കുക, ഏതൊക്കെ ക്യാമറ മൂവ്മെൻറ്റ്സ് വേണം, ഏതൊക്കെ അവോയ്ഡ് ചെയ്യണം, ഏതൊക്കെ ഇതിൻ്റെ കളർ ടോൺ എങ്ങനെയായിരിക്കും, ഇത് റോ ആയിട്ടാണോ വേണ്ടത്, അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണോ വേണ്ടത്, ലൈറ്റപ്പ് ചെയ്യണം, എല്ലാ സാധനങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ. അപ്പോൾ ഏത് ഷോട്ടാണ്, ചിലതൊക്കെ സെറ്റിൽ മാറും, കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത പോലെ നടക്കാൻ പറ്റത്തില്ല, ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറുതായിട്ടൊക്കെ മാറും. അപ്പം അങ്ങനെ. പിന്നെ മ്യൂസിക് ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. അപ്പം ചില ആൾക്കാർ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഷൂട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഒരെണ്ണമൊക്കെ ചിലപ്പോൾ അങ്ങനെ നടക്കുമായിരിക്കാം. എല്ലാ സിനിമകളും അങ്ങനെയൊക്കെ ചെയ്യുന്നത് എത്രത്തോളം, അല്ലെങ്കിൽ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റിലായിരിക്കും ചിലരുണ്ടാക്കുന്നത്. എൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. പിന്നെ പെർഫോമൻസിൽ, പിന്നെ ഞാൻ സ്ക്രിപ്റ്റിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോക്കസ് ചെയ്യുന്നത് ക്യാമറ പരിപാടി, ട്രീറ്റ്മെൻറ്റും ഒക്കെ നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെർഫോമൻസിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പെർഫോമൻസ് എടുക്കുക എന്നുള്ളതാണ്. പെർഫോമൻസ് പാളിക്കഴിഞ്ഞാൽ ഇനി എന്ത് നല്ല സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാലും കാര്യമുണ്ടോ? ആക്ടർ വന്നിട്ട് വേറൊരു റിയാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പറ്റിപ്പോവാറുണ്ട്. അപ്പം എല്ലാ സംഗതികളും, പിന്നെ അത് കഴിഞ്ഞ് എഡിറ്റിൽ വർക്ക് ചെയ്യണം, പിന്നെ ലൈറ്റിങ്ങിൽ വർക്ക് ചെയ്യണം. ആ ഒരു ലൈറ്റ്, അതൊക്കെ ക്യാമറമാനുമായിട്ടുള്ള അവർക്കും കുറേ സാധനങ്ങളുണ്ടല്ലോ, ആംഗിൾസും. അതുപോലെ എല്ലാ മേഖലയിലും അവസാനം വരെ CG എല്ലാ കാര്യത്തിലും ഇടപെട്ട് കൊണ്ടുവന്നാലും ഒരു നല്ല സിനിമ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഏത് സിനിമയാണെങ്കിലും
കമേഴ്ഷ്യൽ സിനിമയാവട്ടെ ആർട്ട് സിനിമയാവട്ടെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫെസ്റ്റിവൽ സിനിമകളുടെ ഒരു നേക്ക് പിടികിട്ടി കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. ഞാൻ അത് മോശമെന്നല്ല പറയുന്നത്, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമം വരും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ കുറച്ച് ഫിലോസഫിക്കൽ സാധനങ്ങളും കുറച്ച് ട്രീറ്റ്മെൻറ്റും ഒക്കെ വെച്ചിട്ട് ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ പല ഫെസ്റ്റിവൽ ബുദ്ധിജീവി ആൾക്കാരെന്നൊക്കെ പറയുന്നവരൊക്കെ പറ്റിക്കാൻ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേസമയം ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ആൾക്കാർക്ക് കണക്ട് ചെയ്യുന്ന സിനിമ എന്താണ് കണക്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. അത് കുറേ കൂടെ ഒരു പാടുള്ള പണിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഒരു സിനിമ ഹിറ്റാക്കി എടുക്കുക, അല്ലെങ്കിൽ കുറേ ആൾക്കാർ കാണുന്നത് തിയേറ്ററിൽ ഹിറ്റാവോ ഇല്ലെന്നതിനേക്കാൾ ഉപരിയായിട്ട് ആൾക്കാരിൽ റീച്ച് ചെയ്യപ്പെടുന്ന, ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സിനിമ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പണിയുള്ള പണിയാണ്. അല്ല, അത് കുറേ ഫിലിം മേക്കിങ്ങിൽ നമ്മൾ പഠിക്കുന്ന സാധനമാണല്ലോ. നമ്മളിപ്പോൾ ക്യാമറ ഇപ്പോൾ ലോ ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് മീനിങ് ആണ് വരുന്നത്, ഹൈ ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് മീനിങ് ആണ് വരുന്നത്, ഹൈ ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് മീനിങ് ആണ് വരുന്നത്, എക്സ്ട്രീം ക്ലോസിൽ പോയാൽ എന്താണ് കിട്ടുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ക്ലോസിൽ എങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും ഇവിടെ ഇരിക്കുന്നു, ഇത് വേണമെങ്കിൽ ഒരു വൈഡും വെക്കാം, 2 സജഷനും കട്ട് ചെയ്യാം, 2 ക്ലോസും വെച്ച് കഴിഞ്ഞാൽ ഈ സീൻ തീർന്നു. അത് നോർമലായിരുന്നല്ലോ. നമ്മളല്ലാതെ എങ്ങനെ പറയും ഇതിനെ ഒരു മേക്കിങ്ങിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഈ സിനിമയുടെ ടോട്ടൽ ഒരു ട്രീറ്റ്മെൻറ്റിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ചിലത് നമുക്ക് ഈ ക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ചില ആൾക്കാർ, ചില ഫിലിം മേക്കേഴ്സ് ഇല്ലേ, ചിലർ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഇവരിപ്പം ലോകോത്തര സിനിമയായിരിക്കും ഉണ്ടാക്കുന്നത്, ഭയങ്കര ഹിറ്റായിരിക്കും, ഇത് 1000 കോടിയൊക്കെ അടിക്കുമെന്ന് തോന്നുന്നു. സിനിമ ചെന്ന് പാടുപെട്ട് അവരുടെ ഈ സംസാരവും ഇൻ്റർവ്യൂവും കണ്ടിട്ട് സിനിമ പോയി കാണുമ്പോഴാണ് എന്ത് പൊട്ടത്തന്നെയാണ് ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ സംസാരിച്ചൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് ബുദ്ധിയിലും അല്ല എന്നാണ് ഞാൻ പറയുന്നത്, ഒരു വെറും ഇൻ്റലിജൻസിൽ മാത്രമല്ല ആ ക്രാഫ്റ്റ് ഉണ്ടായി വരുന്നത്. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പാചകക്കാരൻ ഇപ്പോൾ ഒരേ ക്വാണ്ടിറ്റിയിൽ, ഒരേ അളവിൽ, ഒരേ സാധനം, ഒരേ ഫ്ലെയിമിൽ, ഒരേ ഇതിൽ 2 പേര് പാചകം ചെയ്ത 2 ടേസ്റ്റ് ആയിരിക്കും. അതാണ് ക്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. അത് കൈപ്പുണ്യം എന്നൊക്കെ പറയും. അതിനെ കുറേ പേര് ദൈവാധീനം എന്ന് പറയുമായിരിക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. കുറേ പേര് ഇൻ്റലിജൻസ് എന്ന് പറയുമായിരിക്കും, കുറേ പേര് നല്ല സമയമെന്ന് പറയുമായിരിക്കും. പക്ഷേ സംതിങ് ഈസ് ദെയർ. അത് നേച്ചറായിരിക്കാം. എന്തോ ഒരു ഇപ്പം ചില സിനിമകൾ എത്ര പബ്ലിസിറ്റി കൊടുത്താലും ആൾ വരണമെന്നില്ല. ചിലത് പബ്ലിസിറ്റി കൊടുക്കാതെ തന്നെ ആൾക്കാർ ഇടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, അതൊരു ഫോർമുലയൊന്നും അല്ല. അതാണ് ആർട്ട്. അതാണ് ആർട്ടിൻ്റെ അനിശ്ചിതത്വം. ആ അനിശ്ചിതത്വമാണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കര രസം. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ നമ്മുടെ, അതാണ് ശരിക്കും അത് തരുന്നൊരു ആനന്ദമുണ്ട്, ഒരു എക്സ്റ്റസി ഉണ്ട്. അതൊരു സന്തോഷമല്ല, സന്തോഷത്തിനേക്കാൾ അത് എക്സ്റ്റസി എന്നാണ് പറയുന്നത്. അതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ കിക്കെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മൾ യാത്രകൾ പോകുമ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ പുറത്ത് പുതിയൊരു സ്ഥലം കാണുന്നു, പുതിയൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ വേറെ ആയിരിക്കും, അവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും. നമ്മൾ ഇവിടെ ശരിയെന്ന് വിചാരിക്കുന്ന കാര്യം അവിടെ തെറ്റാണ്. അത് നമ്മൾ ഇതേ സാധനം കൊണ്ട് അവിടെ പോകാൻ പറ്റില്ല. അപ്പം എല്ലാ തരത്തിലും അതിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കുമ്പോൾ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ആർട്ടും സിനിമയും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് കേട്ടോ. ഇത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണോ എന്നും എനിക്കറിയില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല. അതിപ്പോൾ ഈ OTT എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ആഫ്റ്റർ കോവിഡിൽ വന്നതിന് ശേഷമാണ്. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫെസ്റ്റിവൽസിലും, അല്ലെങ്കിൽ നമ്മുടെ തിയേറ്ററിൽ, കേരളത്തിലെ തിയേറ്ററിലോ, അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലോ അവിടെ മാത്രം ഒതുങ്ങിപ്പോവും. പിന്നെ സാറ്റലൈറ്റേ ഉള്ളൂ. ഇപ്പോൾ അതല്ല, OTT എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സിനിമകൾ, അല്ലെങ്കിൽ കണ്ടൻറ്റുകളും അതുപോലെ വരുന്നുണ്ട്. പോക്കറ്റിൽ സിനിമ ഇട്ടുകൊണ്ട് നടക്കുന്ന കാലമാണല്ലോ. ഇപ്പോൾ എല്ലാവരുടെയും മൊബൈലിലാണല്ലോ സിനിമ, നെറ്റ്ഫ്ലിക്സും ആമസോണും ഒക്കെ ഇരിക്കുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ സിനിമകൾക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ തുടങ്ങി, നമ്മുടെ സിനിമകൾ കാണാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ ബിരിയാണി എന്ന് പറയുന്ന സിനിമ മലയാളികളും കൂടുതലും ആൾക്കാർ കണ്ടിരിക്കുന്ന അതിൻ്റെ ക്ലിപ്പിങ്സാണ്. അതേസമയം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലുമൊക്കെ ആ സിനിമ കണ്ടവരാണ് കൂടുതലും. ഇപ്പോൾ ഫെസ്റ്റിവൽ സർക്കിളിലൊക്കെ പോകുമ്പോൾ അവരെങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ OTT എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് മലയാള സിനിമ ഇന്ന് ആൾക്കാർ കൂടുതൽ സംസാരിക്കുന്നത്, മലയാള സിനിമ കാണുന്നത്, അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നല്ലതാണെങ്കിൽ, നല്ല സിനിമയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ കാലത്ത് നമുക്ക് പ്രൊമോഷനും ആവശ്യമാണ്, മാർക്കറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ ആളുടെ അടുത്തെത്തില്ല. കാര്യം അത്ര ഓവർലോഡഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ റീൽസും അതും ഇതും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ പണ്ടാണെങ്കിൽ ഇത്രയും ഇതായിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെ എത്തിയാൽ അത് ആൾക്കാരിൽ കൂടുതൽ റീച്ച് ചെയ്യപ്പെടും. അപ്പോൾ ബിരിയാണി പോലത്തെ ഒരു സിനിമയൊക്കെ ഇത്രയും ആൾക്കാർ അറിയണമെങ്കിൽ അത് OTT എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ടാണ്. ഒരുപക്ഷെ അൻഡു തഡസ്കോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് OTT ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം
അങ്ങനെയും കുറേ റീച്ച് പക്ഷെ അറിയില്ല, അത് വേറൊരു ഫെസ്റ്റിവൽ സിനിമയാണ്, അതുപോലെയല്ല തിയേറ്റർ എന്നുകൂടെ ഞാൻ പറയുന്നു. അല്ല, അതിപ്പോൾ നമ്മുടെ കോൺവെർസേഷൻ പോലെയാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയാമല്ലോ എന്ന് ആലോചിച്ചു. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അവിടെയും കിട്ടുന്നില്ല, ഇവിടെയും കിട്ടുന്നില്ല, എവിടേക്കേ പോകുന്നു. അതുപോലെ തന്നെയാണ് എല്ലാ സിനിമയിലും നമുക്ക് കുറച്ചുകൂടെ പ്ലാൻഡാണ്. പക്ഷേ ചില സ്ഥലത്ത് അത് എത്തുമ്പോൾ നമുക്ക് ചിലത് പറയാനും പറ്റാതെയും വരും. അത് എനിക്ക് തോന്നുന്നു അതിലുണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്കിഷ്ടമുള്ള സിനിമകളെല്ലാം സിനിമ ആക്കാനും പറ്റുന്നില്ല. സിനിമ കൊള്ളാത്തതുകൊണ്ടോ സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ല, അതിന് പറ്റിയ പ്രൊഡ്യൂസറെ കിട്ടുന്നില്ല, നമ്മളതിൽ കാശുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്നോ എന്ന് വെച്ചാൽ പറയാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിലൊക്കെ ഒരു 10-12 സ്ക്രിപ്റ്റ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്, ഫുൾ സ്ക്രിപ്റ്റ്. അതൊക്കെ ഇനി പതിയെ ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ ചിലത് പഴയതും ആയിപ്പോയി, ഇനി അത് ചെയ്തിട്ട് കാര്യമില്ല. സിമിലറായിട്ടുള്ള പല കാര്യങ്ങളും പല സിനിമകളിലും വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ സിനിമ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാവരും എനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്. എനിക്ക് ബിരിയാണിക്ക് ശേഷം ഒരു 5 അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. ഈ അഡ്വാൻസ് വെച്ചിട്ടാണ് ഞാൻ ജീവിച്ചത് കുറേ കാലം. അപ്പോൾ അങ്ങനെ എന്നിട്ട് പടം തുടങ്ങുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അജയൻ ചേട്ടൻ ഞങ്ങളെല്ലാവരും ഫുൾ ഷോർട്ട് ഡിവിഷൻ വരെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്രയും പ്രതീക്ഷയുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അത് നോക്കുമ്പോൾ വേറൊരു സംവിധായകൻ ബൈലിംഗ്വൽ സിനിമയായിട്ട് ചെയ്ത് കുളമാക്കി എന്നാണ് ഞാൻ പറയുന്നത്. പടത്തിൻ്റെ പേര് ഞാൻ പറയില്ല. വലിയ ഹിന്ദിയിലും തമിഴിലും കൂടെയൊക്കെ ചെയ്തിട്ട് ഞാനിതൊരു ബേസ്ഡ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സിനിമയുടെ ഒരു ഐഡിയ, എന്തായാലും അത് ആദ്യം പബ്ലിഷ് ചെയ്തപ്പം കിട്ടിയ ഒരു നോവൽ, അതിൻ്റെ ഒരു പഴയതാണ്, കോപ്പിറൈറ്റൊന്നും ആവശ്യമില്ല സത്യത്തിൽ. പുള്ളി മരിച്ചും പോയി. അത് ഒരു ബേസ് ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ അതിനെ എടുത്തിട്ട് അത് ഞാൻ പുതിയ കണ്ടംപററിയിലോട്ട് കൊണ്ടുവന്ന് എത്ര ഡ്രാഫ്റ്റ്, ഒരു 35-40 ഡ്രാഫ്റ്റ് എഴുതി മാറ്റി ചെയ്തിട്ടാണ് ഞാൻ ആൾക്കാരുടെ അടുത്ത് കഥ പറയാൻ പോയത്. എല്ലാവർക്കും ഫസ്റ്റ് ഇതിൽ തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഡേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരാൾ പോലും അത് റിജക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആക്കി വെച്ചിട്ട് പക്ഷേ ഇങ്ങനെ ഒരു ഐഡിയ വേറെ അടുത്ത് വന്നപ്പോൾ പിന്നെ ഞാൻ അതങ്ങ് ഉപേക്ഷിക്കേണ്ടി വന്നു. അതാണ് ഇതിൻ്റെ മറ്റൊരു വിധി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സിനിമ ചെയ്യാൻ പറ്റുന്നോന്ന് വെച്ചാൽ പറ്റുന്നില്ല. അതിപ്പോഴും പറയുന്നത് ഞാൻ പക്ഷേ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാ സിനിമയും. നമുക്ക് ചില സിനിമകൾ ബഡ്ജറ്റ് വലുതാണ്, അത് കിട്ടാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. അഥവാ ബഡ്ജറ്റുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആളെ കിട്ടിയാൽ അത് വിശ്വസിക്കാൻ ആക്ടേഴ്സ് ചിലപ്പം തയ്യാറായിരിക്കത്തില്ല. ഇത്രയും ബഡ്ജറ്റിൽ എന്നെ വെച്ച് ഇത്രയും പടം ചെയ്താൽ വർക്കാവും എന്ന് തോന്നുന്നു. അപ്പോൾ പല പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് ഒരു സിനിമ. അപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കുന്നത് എളുപ്പമല്ല. ഒരു സിനിമ തിയേറ്ററിൽ വന്ന് ഭയങ്കര പാടുള്ളൊരു പണിയാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ആരും അതിലോട്ട് ഇറങ്ങാതിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാം നന്നായി വരിക എന്നൊക്കെ പറയുന്നത് എളുപ്പമല്ല. പക്ഷെ ഇപ്പോൾ ആ സിനിമയുടെയും പ്രസക്തികൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പം റീൽസും ഈ പറഞ്ഞ പോലെ 3 സെക്കൻഡിലും 5 സെക്കൻഡിലും ആൾക്കാർ ഇത് ചെയ്തിട്ട് ഇപ്പോൾ സിനിമ എനിക്ക് തോന്നുന്നു ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ സിനിമയുടെ ഫോർമാറ്റ് മാറും. നമ്മൾ ക്രിക്കറ്റ് പണ്ട് ടെസ്റ്റായിരുന്നു, ടെസ്റ്റ് 1 ഡേ ആയി, ഇപ്പം 2020 ആയി എന്ന് പറയുന്നത് പോലെ സിനിമയുടെ ക്രിക്കറ്റിൻ്റെ ഫോർമാറ്റ് മാറിയതുപോലെ. അല്ലെങ്കിൽ പക്ഷേ ടെസ്റ്റ് അവിടെ തന്നെ ഉണ്ട്, അത് പക്ഷെ കുറച്ച് പേരെ കാണുകയുള്ളൂ. ആ ലെവലിലോട്ട് സിനിമയും മാറും എന്നുള്ളതാണ്. ആ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് സിനിമയ്ക്ക്. അല്ല, ഞാൻ ഒരാളുടെ അടുത്തും പോയിട്ട് പറയത്തില്ല ഈ പടം 200 കോടി അടിക്കുന്നു, 100 കോടി അടിക്കുന്നു, പൈസ തിരിച്ചിട്ടൊന്ന്. അപ്പം എനിക്ക് പറയാനുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം കുറച്ച് സീരിയസ് ആയിട്ടുള്ള സിനിമകളായിട്ട് പോലും അതിൻ്റെ പൈസയൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതും അതുപോലെ കിട്ടുമായിരിക്കും. അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ എനിക്ക് ഉറപ്പ് പറഞ്ഞിട്ട് ഞാൻ ആരെയും ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പം അവരും പൈസ ഉണ്ടാക്കുക എന്നുള്ള മാത്രം ലക്ഷ്യത്തിലല്ല. എനിക്ക് ഇച്ചിരി ആഗ്രഹമുണ്ട് കുറച്ച് പൈസ കിട്ടിയാൽ എന്ന്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ ഇത് ഓടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി ചെയ്യുക, പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുള്ളൂ. ഞാനിതുവരെ അങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പടം ചില ആൾക്കാർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്ര സീറ്റുണ്ട് കേരളത്തിൽ, ഇത്ര തിയേറ്ററുണ്ട്, നമ്മൾ 100 തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഇത്ര പേര് വന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും, ഇത്ര ടിക്കറ്റ് വെക്കും, അപ്പോൾ ഇത്രയും ലാഭമോ ഇല്ലേ? ചുമ്മാ അത് പറയുന്നതാണ്. അത് എളുപ്പമല്ല അതൊന്നും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. റിയലിസ്റ്റിക്കായിട്ട് പറയും. ഇപ്പോൾ അടുത്ത പടമൊക്കെ ഞാൻ അപ്രോച്ച് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ ഒരു കമേഴ്ഷ്യൽ ഇതാണ്, ഇന്നതാണ്, ഇത്രയും നാൾ പണിയെടുത്തിട്ടുണ്ട്, ഇത് തിയേറ്ററിൽ വർക്കാവാൻ സാധ്യതയുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതിനുള്ള 100% എഫേർട്ട് നമ്മളിടും. അതിനുള്ള വിഷനുണ്ട്, അതിനുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്. അത് നമുക്ക് വർക്ക് ചെയ്യാൻ ശ്രമിക്കാം.
വർക്ക് ചെയ്താൽ വർക്കാവും, ഇല്ലെങ്കിൽ സിനിമയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, ഞാൻ സമരം ഇപ്പം നടത്താറില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. കഴിഞ്ഞ ഒരു 7 കൊല്ലമായിട്ട്. പണ്ടൊക്കെ അത് ആ പ്രായത്തിൻ്റെയൊക്കെ ഇതായിരിക്കും. നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പോസ്റ്റ് ഇടുക, ചിലപ്പോൾ ആൾക്കാരുടെ അടുത്ത് പറയാം. അങ്ങനത്തെ ഒക്കെ മോശം ക്യാരക്ടർ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പിന്നെ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാറ്റിയിട്ട് ഇപ്പം കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ്ട, ഇഷ്ടപ്പെട്ടാൽ ഞാൻ എഴുതും എനിക്ക് വർക്കാണെങ്കിൽ. അങ്ങനെ ഒരു പോളിസിയിലോട്ട് കാലം മാറ്റി. അത് കള്ളത്തിനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ആൾക്കാരെ പണ്ട് നേരത്തെ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിരുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് ജെന്യൂനായിട്ടാണ് ഇത് ചെയ്തത്. പിന്നീട് എനിക്ക് മനസ്സിലായത് ശത്രുക്കളെ മാത്രമേ തന്നിട്ടുള്ളൂ, അത് കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനി പറയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും മിണ്ടില്ല, ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. അങ്ങനത്തെ ഒരു പോളിസിയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ സമരങ്ങളൊന്നുമില്ല ഇപ്പോൾ. അതും ഈ ലോകത്തെല്ലാ സമയത്തും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ രീതിയിൽ. അതൊക്കെ റിയലൈസ് ചെയ്യാൻ സമയം എടുക്കും എന്നുള്ളതാണ്. അന്ന് നമ്മൾ വിചാരിച്ചു ലോകമൊക്കെ ഇപ്പോൾ നന്നാക്കാൻ പറ്റും എന്നൊക്കെ ഏതൊരു പ്രായത്തിലൊക്കെ തോന്നിയിരുന്നു. പിന്നെ അതുപോലെ തന്നെയാണല്ലോ നമുക്കും ആ ഒരു കാഴ്ചപ്പാടിലും നമ്മുടെ ക്യാരക്ടറിലും നമ്മളുമൊക്കെ മാറുമല്ലോ. നമ്മൾ വിചാരിച്ചിരുന്നത് അതിങ്ങനെയാണ്, അപ്പം അതങ്ങനെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. നമ്മളല്ലേ മനുഷ്യർക്ക് ഉണ്ടാകുന്ന മാറ്റം പോലെ തന്നെ, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം പോലെ തന്നെ, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റം പോലെ തന്നെ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോൾ ഭയങ്കര പ്യുവറായിരിക്കും. വളർന്നു വരുംതോറുമാണല്ലോ കള്ളത്തനം പഠിച്ച് ഈ കള്ള ലോകത്ത് ജീവിക്കാൻ പറ്റുന്നൊരു ഇതിലോട്ട് എത്തുന്നത് എന്നുള്ളൊരു സാധനമുണ്ടല്ലോ. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ആ കള്ളത്തനം വേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുഖത്ത് നോക്കിയിട്ട് എന്ത് ഇത് വന്നാലും പറയുക എന്നുള്ളതാണ്. എന്നാലും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് വിമർശനങ്ങളും കുറ്റം പറയുന്നതൊന്നും സഹിക്കാൻ ഒട്ടും ഇതില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചും നമ്മളും അങ്ങനെയൊക്കെ ആണല്ലോ. ഈ തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയില്ല. ഇപ്പം നമുക്കൊരു വാർത്ത വരുന്നത് പോലും ഒരിടത്തൊരു വാർത്ത കൊടുക്കും, അതേ വാർത്ത തന്നെ വേറൊരു ചാനലിൽ വേറെ രീതിയിൽ കൊടുക്കും, പിന്നെ വേറൊരു പെർസ്പെക്റ്റീവിൽ കൊടുക്കാം. അപ്പം നമുക്ക് കൺഫ്യൂഷനാവും ഇതിൽ ഏതാണ് ശരിയെന്ന്. ഇപ്പോഴത്തെ പല വാർത്തകളും അങ്ങനെയല്ലേ, എല്ലാ വാർത്തകളും അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഇതേതാണ് റിയാലിറ്റി എന്ന്. അപ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അപ്പം എല്ലാവരും അവരവരുടെ പെർസ്പെക്റ്റീവും അവരവരുടെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പടം കുറച്ചുകൂടെ എല്ലാവർക്കും കണക്റ്റ് ആവും, റിലേറ്റ് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും, ഈസിലി എല്ലാ തലമുറയ്ക്കും വർക്കാവും എന്നാണ് എൻ്റെ വിശ്വാസം ഈ പടം. കാര്യം കണ്ടംപററി ആയിട്ടുള്ള കാര്യമുണ്ട്. മിത്ത് ഓഫ് റിയാലിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ ചില ഇമേജസ് കാണുമ്പോൾ ചിലപ്പോൾ ഒരു പഴയതുപോലെ തോന്നുമെങ്കിൽ ഇത് പഴയതല്ല. പക്ഷെ അങ്ങനെയും ആൾക്കാരുണ്ട്, ഇങ്ങനെയും ആൾക്കാരുണ്ട്. ഇങ്ങനെയാണ് അവരുടെ ലൈഫ് പുറം ലോകം കാണുന്നത്, പക്ഷെ അവരുടെ ലൈഫ് ശരിക്കും ലൈഫ് ഇതാണ്. പക്ഷെ അതിലും കൺഫ്യൂഷനുണ്ടോ എന്നുള്ളൊരു എന്താണോ ഇത് കണ്ടംപററി ആയിട്ട് ഇപ്പോൾ നടക്കുന്നൊരു വേൾഡ്, ആ കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്ന ഈ തിയേറ്റർ എന്ന് പറയുന്ന സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കഥയൊക്കെ പറയാൻ നിന്ന് അവരുടെ ഒത്തുമില്ല. അത് ചിലപ്പം ഇതുമല്ലോ, ഞാൻ ഇത്ര സിമ്പിളായിട്ട് പറയാനുള്ളൂ. ഇത് വളരെ ആര് കണ്ടാലും മനസ്സിലാവുന്ന, ഒരു ബുദ്ധിജീവി ജാടകളും ഇല്ലാത്ത, പിന്നെ ആ ഒരു പേസിലൊക്കെ ഈ ട്രെയിലർ കണ്ട അതേ പേസിൽ തന്നെ സിനിമ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും തിയേറ്റർ. അത് തിയേറ്ററിൽ തന്നെ എല്ലാവരും വന്ന് കണ്ടാലേ അത് എക്സ്പീരിയൻസും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ തന്നെ, വൃത്തിയുള്ള നല്ല തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണണം എന്നുള്ളതാണ് ആഗ്രഹവും പ്രതീക്ഷയും. അവർ വളരെ പ്രൊഫഷണലായിരുന്നു. ഈ പറഞ്ഞതുപോലെ കാരവാനൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ കാരവാൻ എന്ന് വെച്ചാൽ ഞാൻ കാശില്ലാത്തതുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്. കാര്യം ഈ സിനിമയുടെ ക്യാരക്ടർ അങ്ങനെ അത്രയും 100% പെർഫോം ചെയ്യണമെങ്കിൽ ആ സാഹചര്യത്തിൽ തന്നെ ജീവിക്കണമല്ലോ. അപ്പോൾ അവിടെ ഒരു മരം കയറി നടക്കുന്ന ഒരാൾ കാരവാനിൽ നിന്ന് ഇറങ്ങിയിട്ട് മരം കയറാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മാസം, ഈ 1.5 മാസം ഞങ്ങൾ ഓക്കെ 40-42 ദിവസം എന്തോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ എല്ലാവരും ആ ചുറ്റുപാടിലാണ് നിന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കാരവാൻ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ മൂടായിരുന്നു. തണൽ വന്നാൽ ഓടുക, ആദ്യം മാർക്ക് കിട്ടുമോ അവരവിടെ പോയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ, പക്ഷെ അതൊക്കെ ഭയങ്കര രസമായിട്ട് റിമയൊക്കെ സഹകരിക്കുകയും അവർ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് സമയത്ത് വരികയും അവരെ കൊണ്ട് പറ്റുന്ന. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ഫിസിക്കൽ, എല്ലാ മരവും തെങ്ങ് കയറുന്ന അവിടെ നിന്ന് എല്ലാവർക്കും പേടി തോന്നിയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി അതൊക്കെ വലിയ ഇതാണ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. അത്രയും ഒരു ഹൈറ്റുള്ള വളഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങിലൊക്കെ ചെന്ന് മുകളിൽ കയറുക, ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നീന്തലുണ്ടായിരുന്നു. നീന്തലിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ദിവസം ഈ നമുക്ക് വേറെ സെറ്റപ്പുകളൊന്നും ഇല്ലല്ലോ, മറ്റേ ടാങ്കിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നീന്തൽ.
അപ്പോൾ എന്താ ഞാൻ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് അവിടെ ചെന്നിറങ്ങിയപ്പം ഒരു കുപ്പിച്ചില്ല് നേരെ എൻ്റെ കാലിൽ കയറി. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ട്, പക്ഷേ ഞാൻ റിമൈൻഡ് എടുത്തും അധികം പറഞ്ഞില്ല, എന്നാലും ഞാൻ ചെറിയൊരു സൂചന കൊടുത്തു ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ അവർ ചെയ്യാൻ തയ്യാറായിരുന്നു. വേറൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് ചെയ്യില്ല. അപ്പോൾ ആ തരത്തിൽ അവർ ഭയങ്കര രസമായിട്ട് ഈ പടത്തിൽ സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ ഫിസിക്കൽ എഫേർട്ട് മാത്രം അല്ല, ഭയങ്കര പെർഫോമൻസും രണ്ടും ഏറ്റവും നല്ലൊരു റിമയുടെ നല്ല പെർഫോമൻസ് ആയിരിക്കും ഈ പടം എന്നുള്ളതാണ്. അത് കണ്ടവരൊക്കെ അത് തന്നെയാണ് ആദ്യം പറയുന്നത്. സിനിമയുടെ മറ്റ് ഇതൊക്കെ ഒഴിച്ചു നിർത്തിയിട്ട് പെട്ടെന്ന് മനസ്സിൽ വരാൻ പോകുന്ന റിമയുടെ പെർഫോമൻസിനെ കുറിച്ച് തന്നെയായിരിക്കും. അതുപോലെ അമ്മയുടെയും ഒക്കെ. അപ്പോൾ അവർ നല്ല, അതുപോലെ തന്നെ കനിയാണെങ്കിലും ഇപ്പോൾ പലരും വിവാദം എന്നൊക്കെ പറഞ്ഞിട്ട് കനി ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തപ്പം തന്നെ കനി പറഞ്ഞിരുന്നു, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, ഇത് കനിക്ക് ഇത്ര ഈ ഏരിയകളൊന്നും വർക്കായില്ല, ഇഷ്ടമല്ല. അപ്പം ഞാൻ എനിക്ക് ഇതെൻ്റെ സിനിമയാണ്, അപ്പോൾ അത് ഞാൻ അങ്ങനെയാണ്, അത് ഞാൻ അതാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പോൾ അത് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ സിനിമ ചെയ്തത്. എന്നിട്ട് അത് പിന്നീട് അവർ പുറത്ത് പറഞ്ഞപ്പോൾ അത് വിവാദമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അത് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ, അതുപോലെ ശ്രീനേട്ടൻ, ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ പോസിറ്റീവായിട്ടും ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും ഒരു ഭാഗ്യമാണല്ലോ. അല്ല, അതൊരു ഗ്യാപ്പ് എടുക്കും. ഇപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിപ്പം നമ്മൾ ചില സ്ഥലത്ത് നിന്ന് സ്റ്റക്കായി നിന്ന് പോകും. അത് സിനിമയുടെ പ്രോസസ്സിലും ആഫ്റ്റർ എഡിറ്റിലും അങ്ങനെ വരാറുണ്ട്. നമ്മളിപ്പം അപ്പം എന്ത് ചെയ്യും, ഒരു ഗ്യാപ്പ് കൊടുക്കും. എവിടെയെങ്കിലും യാത്ര പോയിട്ട് തിരിച്ച് വന്നിട്ട് ഒന്നുകൂടെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും, ഒന്നുകൂടെ വായിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അടുത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ വായിക്കാൻ കൊടുക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെടുത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ പലതരത്തിൽ പല രീതിയിലാണ് അതിന് ടാക്കിൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അത് എഡിറ്റിങ്ങിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഈ പടമാണെങ്കിൽ ലോക്ക് ചെയ്തതാണ്. 2 മണിക്കൂർ 20 മിനിറ്റ് ആയിരുന്നു ഈ പടം ഫസ്റ്റ് ലോക്ക് ചെയ്തത്. ലോക്ക് ചെയ്തിട്ട് ഞാൻ യൂറോപ്പിലൊക്കെ പോയി കറങ്ങി കുറേ കഴിഞ്ഞിട്ട് വന്ന് കണ്ടപ്പോൾ ബോംബെയിൽ ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് കണ്ടു, ഒരു ഗ്യാപ്പിന് ശേഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രയും അത് ലാഗാണ്. എനിക്ക് ആദ്യം അത് തോന്നിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പൂനെ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞ് തൂക്കിക്കോളാൻ പറഞ്ഞ്. അപ്പോൾ അപ്പൂനും ഇഷ്ടമാണ് എഡിറ്റ് ചെയ്യാൻ, കുറയ്ക്കാനായിട്ട്. അതിനെ അതിപ്പോൾ 2 മണിക്കൂറാക്കി. അപ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഇത് വന്നു. അപ്പോൾ അത് ആ രീതിയിൽ ആ പ്രോസസ്സ് നടക്കാറുണ്ട് എന്നുള്ളതാണ്. അത് എഴുത്തിൻ്റെ കാര്യത്തിലും എഡിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പല സൗണ്ടിലാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കുറേ മണിക്കൂർ ഞങ്ങൾ സൗണ്ടിലിരുന്നതാണ്, മിക്സിലും എല്ലാ കാര്യത്തിലും. പക്ഷേ ഇപ്പം കണ്ടപ്പോൾ എനിക്ക് വീണ്ടും തോന്നി അവിടെ ശരിയാക്കായിരുന്നു ഇവിടെ ശരിയാക്കായിരുന്നു എന്നൊക്കെ. പക്ഷേ ഇപ്പം കയ്യിൽ നിന്ന് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഈ പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് സിനിമയെക്കുറിച്ചൊരു ധാരണയില്ലാതിരുന്ന ഈ ഫെസ്റ്റിവൽ മാത്രം കണ്ടിട്ട് സിനിമ എടുക്കാൻ ഇറങ്ങിയ എൻ്റെ സിനിമ അവിടേക്ക് എത്തി എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ഓരോ സിനിമകളും അത് ഗ്രോത്താണോ എന്ന് അറിയില്ല. അത് ചിലപ്പം ചില ആൾക്കാർ ഇപ്പോഴും പറയുന്നതിൻ്റെ ഏറ്റവും നല്ല സിനിമ അൻറ്റു ദ ഡസ്ക് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിരിയാണി അല്ല ഇതുവരെ അല്ല തിയേറ്ററും അല്ല എന്ന് പറയുന്ന ഉണ്ടാവുക. തിയേറ്റർ ആരും കണ്ടിട്ടില്ല. ചില ബിരിയാണി കണ്ടവർ പറയുന്നു, കുറേ പേര് ഇതാണ് ഏറ്റവും നല്ലത്, കുറേ പേര് ഇപ്പുറത്ത് പറയുന്നു. അപ്പോൾ ഇതൊരു ഗ്രോത്താണോ എങ്ങനെയാണ്? പക്ഷെ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അത് പിന്നെ എൻ്റെ നല്ല സിനിമയൊന്നും ഇതൊന്നും അല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ സ്വപ്നത്തിലുള്ള സിനിമകളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സിനിമകളൊക്കെ. അപ്പോൾ അടുത്ത സിനിമ ഈ പറഞ്ഞ 3-4 ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സിനിമകളൊക്കെ ഉണ്ട്. അതൊക്കെ വേറൊരു തലത്തിലുള്ള കുറേ കൂടെ ബഡ്ജറ്റ്, ഒരു കമേഴ്ഷ്യൽ ഇതിൽ നിൽക്കുന്ന സിനിമകളാണ്. അപ്പോൾ എനിക്കൊരു ഉറപ്പുള്ളതെന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ചെയ്ത പടത്തിൽ നിന്നും ആർക്കും പൈസ പോയിട്ടില്ല. അതുകൊണ്ട് ഇനി വലിയ ബഡ്ജറ്റ് സിനിമകളൊക്കെ ചെയ്യാൻ ആരെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും പൈസ പോയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.